മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അയർലൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീനിക് കൗണ്ടി ആയിട്ടുള്ള കെറിയെ പറ്റിയാണ്. കെറിക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചത് ഫെറിക്കാണ്. നമുക്ക് നമ്മുടെ വാഹനങ്ങളടക്കം ഫെറിയിൽ പ്രവേശിക്കാൻ സാധിക്കും. 23 യൂറോയാണ് കാറിൻ്റെ ടിക്കറ്റ്. നമുക്ക് കാറിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെയോ അല്ലെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഫെറിയുടെ ഡഗ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് കടലിൻ്റെ സൗന്ദര്യം ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഏതാണ്ടൊരു 20-25 മിനിറ്റ് യാത്രയാണ് ഈ ഡീപ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഡീപ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആയതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഡോൾഫിനെയും ഷാർക്കിനെയും ഒക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങളുടെ ഫെറി യാത്രയിൽ ഞങ്ങൾക്ക് ഷാർക്കിനെയോ ഡോൾഫിനെയോ ഒന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും ഈ ഫെറിയുടെ അധികൃതർ പറയുന്നത് പല യാത്രകളിലും അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഷാർക്കിനെയും ഈ ഫെറീനെയും ഒക്കെ വളരെ വളരെ അടുത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അവരുടെ അനുഭവത്തിലൂടെ അവർ പറയുന്നത്. അവിടെ നിന്നും ഞങ്ങൾ ഗ്യാപ്പ് ഓഫ് ഡൺലോയിലേക്ക് യാത്ര ആരംഭിച്ചു. ഏകദേശം 75 കിലോമീറ്ററാണ് ദൂരം. 1.25 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. പോകുന്ന വഴിയിൽ കില്ലൻറിയിലെ മനോഹരമായ സെൻറ്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച് ആ പള്ളിയുടെ മനോഹാരിതയൊക്കെ കണ്ടാസ്വദിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. റിംഗ് ഓഫ് കെറിയിലെ ഏറ്റവും ദൃശ്യങ്ങളായ ഗ്യാപ്പ് ഓഫ് ഡൺലോയിലേക്കുള്ള യാത്ര നമുക്ക് വളരെ നയനാനന്ദകരമായ കാഴ്ചയാണ്. പച്ചപ്പരവതാനി വിരിച്ചുള്ള സ്ഥലങ്ങളും ചെമ്മരിയാട്ടും കൂട്ടങ്ങളും മാൻകുട്ടികളെയും ഒക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ സാധിക്കും. ഈ ഗ്യാപ്പ് ഓഫ് ഡൺലോ കാണാൻ പോകുന്നതിന് മുമ്പ് താഴെ കാർ പാർക്കിൽ നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് നടന്ന് പ്രകൃതിയൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ താഴെ നിന്ന് കുതിരസവാരിയുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തം വാഹനങ്ങളിലായാലും ബൈസൈക്കിളിലായാലും കാൽനടയായിട്ടായാലും നമുക്ക് പോയി കാണാവുന്നതാണ്. എന്തായാലും 3-4 കിലോമീറ്റർ യാത്രയുണ്ട് നമുക്ക് ഈ ഗ്യാപ്പ് ഓഫ് ഡൺലോ വരെ. സ്വന്തം വാഹനങ്ങളിൽ ഈ ഗ്യാപ്പ് ഓഫ് ഡൺലോയിലേക്ക് ഡ്രൈവ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കാരണം ഇതേ വഴി തന്നെയാണ് ഈ കുതിരസവാരിക്കാരും സൈക്കിൾ യാത്രക്കാരും കാൽനടക്കാരും ഒക്കെ ഉപയോഗിക്കുന്നത്. വഴി എന്ന് പറഞ്ഞാൽ വളരെ നാരമായിട്ടുള്ള വഴിയാണ്. ചുറ്റും കല്ലുമലകളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ്. അപ്പോൾ നമ്മൾ കെയർഫുള്ളായി നമ്മൾ വണ്ടി ഓടിക്കുക. ചുറ്റും പച്ച പരവതാനി വിരിച്ച പോലുള്ള മലകളാൽ ചുറ്റപ്പെട്ട ഈ ഒരു പ്രദേശം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അയർലൻഡിലുള്ളവരെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. കാരണം അത്രയ്ക്ക് നമുക്കൊരിക്കലും ക്യാമറയിൽ പകർത്തി ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ പ്രദേശം. ഈ കെറി യാത്ര പ്ലാൻ ചെയ്യുന്നവരെ ഏതാണ്ട് മിനിമം 2 ദിവസമെങ്കിലും ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. കാരണം 179 കിലോമീറ്ററാണ് ഈ റിംഗ് ഓഫ് കെറി എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ സ്ഥലം. അപ്പോൾ അത് മുഴുവൻ കണ്ടു തീർക്കണമെങ്കിൽ അതിനിടയ്ക്ക് ഒരുപാട് ഹിഡൻ ജമ്മുകളും വാലികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു തീർക്കണമെങ്കിൽ മിനിമം 2 ദിവസമെങ്കിലും നമുക്ക് ആവശ്യമാണ്. അവിടെ നിന്നും ഞങ്ങൾ പോയത് റിംഗ് ഓഫ് കെറിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമായ ടോർക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. ഏകദേശം 366 അടി നീളമുള്ള ഒരു വാട്ടർഫാളാണ് ഈ ടോർക്ക് വെള്ളച്ചാട്ടം. കെറി ട്രിപ്പിൻ്റെ 2ാം ദിവസം ഞങ്ങൾ യാത്ര ചെയ്തത് ഡിംഗിൾ മറീനയ്ക്കടുത്തുള്ള ഓഷ്യൻ വേൾഡ് അക്വേറിയം കാണാൻ വേണ്ടിയാണ്. അയർലൻഡിലെ ഏറ്റവും വലിയ ഇൻഡോർ അക്വേറിയമാണ് ഇവിടെയുള്ളത്. ഒരു മിനി അറ്റ്ലാന്റിക് ഓഷ്യൻ അവർ ഈ അണ്ടർഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ വൈവിധ്യമാർന്ന മത്സ്യങ്ങൾ, സാൻഡ് ടൈഗർ സ്രാവുകൾ, ഹംബോർട്ട് പെൻഗ്വിനുകൾ, അങ്ങനെ അനവധി മത്സ്യങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ മ്യൂസിയത്തിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഏറ്റവും വർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഡിംഗിൾ അക്വേറിയം. ഈ അക്വേറിയം കാണാൻ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ ബുക്കിംഗ് നടത്തിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് വളരെ ബിസി ആയിട്ടുള്ള ഒരു അക്വേറിയമാണ്. അതിനാൽ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് പോവുകയായിരിക്കും നമുക്ക് സൗകര്യം. തന്നെയുമല്ല, ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർ 10% ഡിസ്കൗണ്ട് നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഈ അക്വേറിയത്തിൻ്റെ കോൺടാക്റ്റ് നമ്പറും അതിൻ്റെ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പ്രീ ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്.
പിന്നീട് നമ്മൾ പോകുന്നത് അയർലൻഡിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീനിക് ഡ്രൈവ് റോഡായിട്ടുള്ള സ്ലീഹെഡ് ഡ്രൈവും കോർണർ പാസും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മനോഹരമായിട്ടുള്ള, നമുക്ക് ഈ ക്യാമറയ്ക്കകത്തൊന്നും ഇതിൻ്റെ ഒരു സൗന്ദര്യം ഒപ്പിയെടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ഈ കാണുന്ന റോഡുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് മാത്രം പാസ് ചെയ്യാൻ ഗ്യാപ്പുള്ള റോഡുകളാണിവ. അതിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ അവർ അഡീഷണൽ ആയിട്ടുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ സ്ഥലങ്ങളിൽ മുകളിൽ നിന്നോ അല്ലെങ്കിൽ താഴെ നിന്നോ വരുന്ന വണ്ടികൾക്ക് നമ്മൾ സ്പേസ് കൊടുത്ത് പരസ്പരം സഹകരിച്ചുകൊണ്ട് മാത്രമേ ഈ വഴി കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാനാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വലിയ ഗതാഗതക്കുരുക്കിലേക്ക് അത് നയിക്കുന്നതാണ്. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവരെ നമ്മൾ മുമ്പിലുള്ള റോഡ് കണ്ട് കുറച്ചധികം കെയർഫുള്ളായി ഇൻ്റലക്ച്വലായിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് നമ്മൾ ചെല്ലുന്നത് പ്രകൃതി ഒരുക്കിയ ഒരു മനോഹര ദൃശ്യത്തിലേക്കാണ്. ഡൻകിൻ പെയർ, അതാണ് ഈ യാത്രയുടെ ഏറ്റവും ഹൈലൈറ്റ്. അയർലൻഡിൽ തന്നെ ധാരാളം സിനിമകൾക്കും ടെലിവിഷൻ സീരിയലുകൾക്കൊക്കെ ലൊക്കേഷനായിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഡൻകിൻ പെയർ. ഈ ചിത്രത്തിൽ കാണുന്ന അടുത്തടുത്തിരിക്കുന്ന മുനമ്പുകൾ പോലെയുള്ള സ്ഥലമാണ് ഡൻകിൻ പെയർ. ഈ ഡൻകിൻ പെയർ കണ്ടതിന് ശേഷം നമ്മൾ പോകുന്ന ഒരു അടിപൊളി സീനിക് ഡ്രൈവിലേക്കാണ്, സ്ലീഹെഡ് ഡ്രൈവ്. ഒരു വശം നിറയെ കല്ലുമലയും മറുവശത്ത് കടലും. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ലൊക്കേഷൻ നമുക്ക് തരുന്നത്. നേരത്തെ നമ്മൾ കോണോർ പാസിൽ കണ്ടതുപോലെ കോണോർ പാസിൽ ഒരു സൈഡിൽ കടലില്ല, ഇവിടെ ഒരു സൈഡിൽ കടൽ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഭയാനകമായിട്ട് തോന്നും നമ്മുടെ ഡ്രൈവിങ്. നമുക്ക് അത്ര ഒരു ഫീലിംഗ് ആണ് അതിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് കില്ലർലി നാഷണൽ പാർക്കിൽ വന്ന് ഒരു കുതിര സവാരിയൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങളുടെ കെറി ടൂർ വൈൻഡപ്പ് ചെയ്തത്. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അടുത്ത യാത്ര കെറിയിലേക്കാകട്ടെ. കെറി ഒരു അത്ഭുതം തന്നെയാണ്. ഏതായാലും എൻ്റെ ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പോയതിൻ്റെ എല്ലാ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.